ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജിയിലുപരി ഒരു സെറ്റപ്പ് വീഡിയോ ആണ്. അപ്പോൾ സ്ട്രാറ്റജിയും സെറ്റപ്പും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സെറ്റപ്പ് എന്ന് മനസ്സിലാവും. ഈ വീഡിയോയുടെ ടൈറ്റിലായിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് സ്ട്രാറ്റജി എന്നായിരിക്കും കാരണം കൂടുതൽ ആൾക്കാർ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസസ് സ്ട്രാറ്റജി എന്ന് കൊടുക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മുടെ ടെലിഗ്രാം ചാനലാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 8 o'clock ആയ ടൈമിൽ നമ്മൾ ടെലിഗ്രാമിൽ നമ്മൾ ഈ ഒരു എൻട്രി മോഡ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഞാൻ ട്രേഡ് പഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഈ ഒരു ടെലിഗ്രാം ചാനലിലോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ടൈമിൽ മാർക്കറ്റ് അഗ്രസീവായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കൊരു 1 minute ടൈം ഫ്രെയിം ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ സഡൻ ആയിട്ടാണ് നമുക്ക് അപ്സൈഡിലോട്ട് മൂവ് തന്നത്. ഞാൻ ഷെയർ ചെയ്യുന്നതിൻ്റെ ടൈമിന് മുന്നേ തന്നെ എന്ത് ചെയ്തു, നമുക്ക് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവ് നമുക്ക് കിട്ടാനായിട്ട് സാധിച്ചു. പക്ഷേ ഇത് ആർക്കും അധികം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ഗുണകരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം മൂവ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാനത് ഒബ്വിയസ്ലി ഷെയർ ചെയ്ത് വന്നു പോയത്. അപ്പോൾ നമുക്ക് ഈ ഒരു എൻട്രിയുടെ ലോജിക്കും കാര്യങ്ങളിലോട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് പോകാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്ത് വെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നതായിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേണിനെ നമുക്കാദ്യം നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ലൈൻ രീതിയിൽ ഞാൻ ഡ്രോ ചെയ്യും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആയിരിക്കും നമ്മൾ എപ്പോഴും നമ്മൾ ചാർട്ടിലോട്ട് ഇനി തൊട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാറ്റർഡേ സൺഡേ ആയിരിക്കും നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് എൻട്രീസ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാറ്റർഡേ സൺഡേയിൽ മാത്രമേ BTCയിൽ ട്രേഡ് ചെയ്യത്തുള്ളൂ. അതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സാറ്റർഡേ സൺഡേ നിങ്ങൾ നോക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അഗ്രസീവായിട്ട് നമുക്ക് എന്ത് ചെയ്തു, അപ്സൈഡിലോട്ടൊരു മൂവ് തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഒരു ഏരിയയിൽ നമുക്ക് പോസ് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നു. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ബയേഴ്സ് ആക്റ്റീവ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ബയേഴ്സ് ആക്റ്റീവ് ആയതിനു ശേഷം എന്താണ് ചെയ്തത്, ആ ഒരു ബയേഴ്സ് പ്രീവിയസ്ലി നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഹൈയഡ് ഏരിയ വരെ പോയതിനു ശേഷം വീണ്ടും ഇവിടെ ഉണ്ടാക്കിയ സെയിം ടൈപ്പ് ഓഫ് സെല്ലേഴ്സ് വീണ്ടും ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ അവർ സ്ട്രോങ് ആണോ അല്ലെങ്കിൽ അവർ അത്രയ്ക്ക് സ്ട്രോങ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൻ്റെ കാര്യം എന്താണ്, നമുക്ക് ഈ ഒരു ബയേഴ്സ് ഇവിടെ നിന്ന് വന്നതിനും മുകളിൽ നിന്നാണ് വീണ്ടും അവിടെ ഒരു ബയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈ ഒരു ബയേഴ്സ് ഇവിടെ സ്ട്രോങ് ആയി വരുന്നുണ്ട്. പക്ഷേ സെല്ലേഴ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോയുടെയും താഴെ നിന്നാണ് വീണ്ടും ഇവിടെ സെല്ലിങ്സ് വന്നുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സെല്ലേഴ്സും ഇവിടെ സ്ട്രോങ് ആയി വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ബയേഴ്സ് ഇവിടുന്ന് വന്നു, ബയേഴ്സ് വീണ്ടും ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവായി. പ്രീവിയസ്ലി ഈ ഒരു ലെവലിൻ്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്തു, വീണ്ടും ബയേഴ്സ് ഈ ഒരു ഏരിയയിൽ ആക്റ്റീവായി. ആ ഒരു ഏരിയ നമുക്ക് മുകളിലോട്ട് വന്ന് ഈ ഒരു ഏരിയ വന്നു. അതിനുശേഷം എപ്പോഴാണോ ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് അപ്സൈഡിലോട്ട് ഒരു നല്ലൊരു മൂവ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രോ ചെയ്ത് നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ചാർട്ടിൽ ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ എവിടെയൊക്കെ വരുന്നുണ്ട് എന്ന് നോക്കുക. കൂടുതൽ സമയത്തും നിങ്ങൾ നോക്കേണ്ടത് ഹയർ ടൈം ഫ്രെയിമാണ്. 1 minute 2 minute 3 minute 4 minute പോയിട്ട് ഞാൻ 1 2 3 അങ്ങനെ ജസ്റ്റ് പറഞ്ഞാണ്. 1 minute 3 minute 5 minute ക്യാൻഡിൽസിൽ ഒന്നും പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേണിനെ നിങ്ങൾ നോക്കരുത്. മാക്സിമം നിങ്ങൾ ഒരു സ്കാൽപ്പർ ആണെങ്കിൽ ഒരു 15 minutes നോക്കിയതിന് ശേഷം സ്കെയിൽ ഡൗൺ ചെയ്ത് നിങ്ങൾ നോക്കുക. നിങ്ങളൊരു പൊസിഷൻ ട്രേഡ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു 45 minutes അല്ലെങ്കിൽ ഒരു 1 hour പ്ലസ് ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ 1 hour ചാർട്ടിലോ അല്ലെങ്കിൽ 4 hour ചാർട്ടിലോ ഈ ഒരു ടൈപ്പ് ഓഫ് ഫോർമേഷനെ നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ ചാർട്ടിലോട്ട് പോകാം. അപ്പോൾ ചാർട്ട് നമുക്ക് നോക്കുന്ന ടൈമിൽ ഞാൻ 1 hourലോട്ട് നമ്മുടെ ചാർട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം. 1 hourലോട്ട് നമ്മൾ ചാർട്ട് നമ്മൾ ഇടുന്ന ടൈമിൽ നമുക്കിവിടെ ആ ഒരു രീതിയിലുള്ളൊരു ഫോർമേഷൻ കാണാൻ പറ്റുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഞാൻ ഈ ചാർട്ടിനെ ഒന്ന് ജസ്റ്റ് വലുതാക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കേ, നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ചാർട്ടിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. യെസ്, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് അപ്സൈഡിലോട്ട് സഡൻ ആയിട്ടുള്ള മൂവ്മെൻറ്റ് വന്നു. അവിടെ നിന്നൊരു സെല്ലിംഗ് വന്നു.
തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വന്നതിന് ശേഷം വീണ്ടും അവിടെ നിന്നൊരു സെല്ലിങ് വന്നു. ആ ഒരു സെല്ലേഴ്സ് ഇതിന് മുകളിൽ വന്നു. അതിനുശേഷം വീണ്ടും അപ്സൈഡിലോട്ട് വന്നു. അവിടെ നിന്നൊരു സെല്ലിങ് വന്നു. ആ ഒരു സെല്ലേഴ്സിന് എന്ത് ചെയ്യുക, ആ ഒരു ഇവിടെ ഉണ്ടായിരുന്ന ബയ്യേഴ്സിന് എന്ത് പറ്റി, ഇവിടെ ഉണ്ടായിരുന്ന ബയ്യേഴ്സിന് മുന്നേ തന്നെ ആക്റ്റീവ് ആവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു എൻട്രി അല്ലെങ്കിൽ നമുക്കൊരു ഒരു വ്യൂ, നമുക്ക് 1 ഹവറിൽ നമുക്കൊരു വ്യൂ ഇപ്പോൾ എന്തായി, ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി അപ്സൈഡിലോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്കിവിടെ വെച്ചു. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇനിയാണ് നമ്മളൊരു എൻട്രി മോഡലിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട്, നമുക്കൊരു ബയാസ് നമ്മൾ ആദ്യം മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കണം. എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ബ്ലൈൻഡായിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയിട്ട് ട്രേഡ് പഞ്ച് ചെയ്യാതെ ഫസ്റ്റ് ഇന്നത്തെ ഡേ മാർക്കറ്റ് ഇനി എങ്ങോട്ടാണ് മൂവ് ചെയ്യാനായിട്ട് കൂടുതൽ ചാൻസ് എന്നുള്ളൊരു ബയാസ് കീപ്പ് ചെയ്യുക. ആ ഒരു ബയാസിനെ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് 2 സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്പം തന്നെ ഇവിടെ എൻഡ് ചെയ്യുക. കാരണം നമ്മുടെ ബയാസിന് എഗൻസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, നമ്മുടെ ടൈപ്പ് അല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് ബയാസ് ചേഞ്ച് ചെയ്തെങ്കിൽ കൗണ്ടർ ഡയറക്ഷനിലോട്ടുള്ള ട്രേഡ്സുകൾ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ സേഫ് പ്ലെയേഴ്സ് എന്ത് ചെയ്യുക, നമ്മുടെ എഗൻസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എൻഡ് ചെയ്ത് മാറുക. അന്നത്തെ ഡേ നമ്മൾ നോക്കണ്ട, നെക്സ്റ്റ് ഒരു ഡേ നമ്മൾ വന്നാൽ മതിയായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ആ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് ചാർട്ടിൽ കാണിച്ചു തന്ന രീതിയിൽ ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ നിങ്ങൾക്ക് ചാർട്ടിൽ കാണാനായിട്ട് പറ്റുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ ഡൗൺ ചെയ്യുക. നമുക്ക് എവിടെ എൻട്രി എടുക്കണം, ഇവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാം, അതിനൊരു പ്രശ്നവുമില്ല. എങ്ങനെ എൻട്രി എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ 400 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. നിങ്ങളൊരു 1:2 ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 800 പോയിൻറ്റ്സ് വരുന്നത്. പക്ഷേ അതൊരു അധികം റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് അല്ല. കാരണം 400 പോയിൻറ്റ്സ് ഒക്കെ റിസ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല. BTCയിലൊക്കെ നമുക്ക് പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇതേ ഒരു ടൈപ്പ് ഓഫ് മോഡൽസ് നിങ്ങൾ വേറെ മാർക്കറ്റിലൊക്കെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഡേയ്സോ മന്ത്സോ ഡേയ്സ് എടുത്ത് കിട്ടുന്നൊരു മൂവ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വീക്ക് എടുത്തിട്ട് കിട്ടുന്നൊരു മൂവ്മെൻ്റ് ആയിരിക്കും ഈ ഒരു ടൈം. അപ്പോൾ പക്ഷേ BTCയിൽ നമുക്ക് ഡെയിലി അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അതിന് കുഴപ്പമില്ല. പക്ഷേ ഇതൊരു അൺറിയലിസ്റ്റിക് അല്ല. നമുക്കപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇതിനെ സ്കെയിൽ ഡൗൺ ചെയ്യാം. എവിടെ നമുക്കിനി എൻട്രി വരാം, നമുക്ക് 30 മിനിറ്റ്സിലോട്ട് വരിക. ഈ മിനിറ്റ്സിലോട്ട് വരുമ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിരുന്ന സ്ട്രക്ചറിനെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് വരും. കണ്ടോ, സെല്ലിങ് എഗെയിൻ സെല്ലിങ്, ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്തു, ഈ ഒരു ലോയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വീണ്ടും ഒരു സെല്ലിങ് ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്തു. 15 മിനിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാണാനായിട്ട് സാധിക്കും ആ ഒരു ഏരിയയിൽ. ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഹവറിൽ നോക്കിയതിന് ശേഷം ഈ ഒരു ടൈം ഫ്രെയിമിലോട്ടെല്ലാം വന്നതിന് ശേഷം നമ്മൾ അറ്റ് ദ എൻഡ് വന്ന് നിൽക്കുന്ന ഒരു ടൈം ഫ്രെയിമാണ് നമ്മുടെ 3 മിനിറ്റ് എന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിം. അപ്പോൾ 3 മിനിറ്റിലാണ് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു എൻട്രി നമുക്ക് അവിടെ ട്രിഗർ അയക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയിട്ട് ഇതേ കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യാതെ ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ലെവൽസ് വന്നതിന് ശേഷം അവിടെയൊക്കെയാണ് ഇങ്ങനെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ക്രൈറ്റീരിയാസ് വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിൽ എവിടെയെങ്കിലും പോയിട്ട് അത് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്ന ഒരു കൺസെപ്റ്റാണ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടത്തെ വീഡിയോസിലെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഒരു അക്യുമുലേഷൻ തരും, അതിനുശേഷം നമുക്കൊരു മാനിപ്പുലേഷൻ തരും, അതിനുശേഷം ഒരു ഡിസ്ട്രിബ്യൂഷൻ തരും. ഇവിടെ മാർക്കറ്റ് കീപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ അക്യുമുലേഷനിൽ ബയ്യേഴ്സിനെയും സെല്ലേഴ്സിനെയും കൂടി മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നു. ആ ഒരു ഫൈറ്റിന് ശേഷം മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് വരുന്നു. ഇവിടെ അപ്പോൾ എന്താണ് മനസ്സിലായത്, സെല്ലേഴ്സ് ഈ മാർക്കറ്റിനെ ടേക്ക് ചെയ്തു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. പക്ഷേ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സെല്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്യുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൂടുതൽ ബൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇവിടെ ഒരു ബ്രേക്ക് ചെയ്യുമ്പോഴത്തേന് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ സെല്ല് ചെയ്തിട്ടുണ്ട്, ഇത് ബ്രേക്ക് ചെയ്തത് കൊണ്ട് കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയെല്ലാം ടേക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ പലയിടത്തും പോയിട്ട് നിങ്ങൾ പോയിട്ട് ഈ അക്യുമുലേഷൻ ആവുന്ന ടൈമിൽ, അതിനുശേഷം മാനിപ്പുലേഷൻ ആവുന്ന ടൈമിൽ പോയിട്ട് ഇനി ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള ഒരു അപ്സൈഡ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഈ ഒരു മൂവിനെ നമുക്ക് അക്യുമുലേഷൻ എന്ന് പറയാം. ഈ ഒരു ട്രാപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം, മാനിപ്പുലേഷൻ എന്ന് പറയാം. അപ്പോൾ എപ്പോഴും ഈ ഒരു പോയിന്റിൽ നിന്ന് പോയിട്ട് നിങ്ങൾ ഒരിക്കലും അപ്സൈഡിലോട്ട് മാർക്കറ്റ് പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ അക്യുമുലേഷൻ്റെ ഹൈ മാർക്കറ്റ് ടേക്ക് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക,
മാക്സിമം എൻട്രീസ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾക്ക് പലയിടത്തും ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ കാണും. ചിലപ്പോൾ ഈ ഒരു ബ്രേക്കിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ തരാതെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഡൗൺ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്തങ്ങ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് ഇതിൻ്റെ ലോ ഇനി ഇതാണ്, ഇവിടെ നിന്ന് ഇനി ഡിസ്ട്രിബ്യൂഷൻ ആവും എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയായിരിക്കും നിങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ മാക്സിമം ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കാണാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയെ നിങ്ങൾക്ക് ഒരു അക്യുമുലേഷൻ ഏരിയ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മാനിപ്പുലേഷൻ ഏരിയ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ ഇപ്പോൾ ഈ ഒരു ഏരിയ വന്നിട്ടില്ല, നമ്മൾ ഈ എൻട്രി എടുത്ത സമയത്ത്, നമ്മൾ എൻട്രി ഷെയർ ചെയ്ത സമയത്ത് നമുക്ക് ആ ഒരു ഫേസ് നമുക്കുണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കിവിടെ അക്യുമുലേഷൻ വന്നു, മാനിപ്പുലേഷൻ വന്നു, ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകുന്ന നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഒരു എക്സാക്റ്റ് ഈ ഒരു പോയിന്റിലാണ് നമ്മളവിടെ ഒരു എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടാൽ മനസ്സിലാവും എന്ത് റീസൺ കൊണ്ടാണ് ഞാൻ അവിടെ എൻട്രി വെച്ചതെന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ്റെ ഹൈയെ മാർക്കറ്റ് ടേക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്ട്രിബ്യൂഷനായിട്ട് ഇനി മാർക്കറ്റ് വരാൻ പോകുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അക്യുമുലേഷനായി, മാർക്കറ്റ് മാനിപ്പുലേഷനായി, ഡിസ്ട്രിബ്യൂഷൻ ആയെന്ന് നമുക്ക് കൺഫേം ആവുന്ന എപ്പോഴാണ്, ഈ ഒരു ലെവലിൻ്റെ ഹൈയെ മാർക്കറ്റ് ചെയ്തപ്പോൾ കണ്ടില്ലേ, നമുക്കതിന് ശേഷം ഒരു സഡൻ ആയിട്ടുള്ള ഒരു പുഷ് നമുക്ക് മാർക്കറ്റ് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, എന്താണ് 300 പോയിൻറ്റ്സ് നമുക്ക് വെക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് എത്ര വരുന്നു, 300ൻ്റെ ഹാഫിനേക്കാളും താഴെ, ഓൾമോസ്റ്റ് 116 പോയിൻറ്റ്സ് ആണ് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വന്നത്. അവിടെ നമുക്ക് എത്രയാണ് വന്നിട്ടുണ്ടായിരുന്നത്, ഏതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചൊരു പാറ്റേൺ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓൾമോസ്റ്റ് 300+ പോയിൻറ്റ്സ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ സ്കെയിൽ ഡൗൺ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് സ്റ്റോപ്പ് ലോസ് താഴെ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 116 പോയിൻറ്റ്സ് മാത്രം നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നു. 1:2 നമുക്ക് എയിം ചെയ്യാനായിട്ട് പറ്റും. ഇത് കുറച്ച് വിൻ റേറ്റ് കൂടിയൊരു സെറ്റപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഞാൻ സാറ്റർഡേ സൺഡേസിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. മെയിൻലി ഇൻ BTC ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏത് ഈ ഒരു ടൈം ഫ്രെയിമിൽ 1 അവറിലെയും 30 മിനിറ്റ് 15 മിനിറ്റിലോട്ട് നോക്കിയതിന് ശേഷം 3 മിനിറ്റിൽ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഈ ഒരു അക്യുമുലേഷനും മാനിപ്പുലേഷനും കണ്ടതിന് ശേഷം ഇനി ഡിസ്ട്രിബ്യൂഷൻ ആകാം. ഇത് എനിക്കെപ്പോഴും വന്നിട്ടുള്ള പ്രശ്നമായിരുന്നു. ഞാനെപ്പോഴും അക്യുമുലേഷനും മാനിപ്പുലേഷൻ കണ്ടു കഴിയുമ്പോഴേ ഞാനും കൺഫേം ചെയ്യും, യെസ് ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയല്ലോ, ഇനി അങ്ങോട്ടങ്ങ് ഡിസ്ട്രിബ്യൂഷനാണ്. പക്ഷേ എപ്പോഴും അത് നടക്കത്തില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പലയിടത്തും നിങ്ങൾക്ക് എപ്പോഴാണോ ഈ ഒരു കണ്ടോ ഈ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു അക്യുമുലേഷനായിട്ട് എടുക്കാം, ഈ ഏരിയയെ നമുക്കൊരു മാനിപ്പുലേഷനായിട്ട് എടുക്കാം. ഇത് ഡൗൺ സൈഡ് എക്സാമ്പിളാണ്. നമുക്ക് ഈ ഒരു ലോയെ എപ്പോഴാണോ മാർക്കറ്റ് ടേക്ക് ചെയ്യുന്നത് അപ്പം മാത്രമേ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയി എന്ന് പറയാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇവിടെ നിന്ന് പോയിട്ട് നമ്മളിനി ഓക്കെ ഇനി അടിച്ചു വിട്ട് ഇനി മാർക്കറ്റ് ഇതിനെയും ബ്രേക്ക് ചെയ്ത് കൺസൾട്ട് പോകും എന്നുള്ള എക്സ്പെക്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും നല്ലതായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ അല്ല. കൂടുതൽ ടൈം നമുക്ക് ഫെയിൽ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. പലയിടത്തും കണ്ടില്ലേ, ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. നിങ്ങൾക്ക് പലയിടത്തും നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഇത് കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടില്ലേ, ഇതെന്താണ്, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്തു, ഈ ഒരു ഏരിയയിൽ നമ്മൾ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് എൻട്രി വരുന്നത് എപ്പോഴാണ്, നമുക്ക് എൻട്രി വരുന്നത് മാർക്കറ്റ് എപ്പോഴാണോ ഈ ഒരു ലോയെ ടേക്ക് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെ വെച്ചിട്ട് നമുക്ക് 1:2 നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കാണാനായിട്ട് പറ്റും എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രേഡ്സ് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത്, ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ എൻട്രീസ് വരത്തില്ല. ഇവിടെ ഇപ്പോൾ ഒരു അക്യുമുലേഷൻ കാണാനായിട്ട് കുറച്ച് അവിടെയൊക്കെ നോക്കിയാൽ ഇതിനൊരു അക്യുമുലേഷനായിട്ട് നോക്കിയതിന് ശേഷം ഈ ഒരു ലോയെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിനൊരു ഡിസ്ട്രിബ്യൂഷൻ ആകാം. അങ്ങനെ പലയിടത്ത് നമുക്കൊരു നമ്മൾ നോക്കുന്നിടത്തെല്ലാം അക്യുമുലേഷനും മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു കീ ലെവൽസിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഈ ഒരു ക്രൈറ്റീരിയാസ് ഇല്ലെങ്കിൽ നമുക്കൊരു കീ ലെവലായിട്ട് വന്നൊരിടത്ത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊരു അക്യുമുലേഷൻ, ഇതൊരു മാനിപ്പുലേഷൻ, ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ആകാം, ഈ ഒരു ലോയെ ടേക്ക് ചെയ്താലാകാം എന്നുള്ള എക്സ്പെക്റ്റേഷനൊക്കെ വെച്ച് നിങ്ങൾ
മുന്നോട്ട് പോകരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കീ ലെവൽസായിട്ട്, നമ്മളിവിടെ കീ ലെവലായിട്ട് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് സെല്ലിങ്, ഇവിടെ നിന്ന് ലോയെ പ്രൊട്ടക്റ്റ് ചെയ്തു, വീണ്ടും സെല്ലിങ് വന്ന് ഇവിടെ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കീ ലെവൽ കിട്ടി. അവിടെയുള്ള അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ നോക്കിയത്. എത്ര പേര് ഇത്രയും ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. എത്ര പേര് ഇവിടം വരെ കാണുന്നു എനിക്കറിഞ്ഞൂടാ. കൂടുതൽ ആൾക്കാരും എങ്ങനെ പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആകാം, ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തായാലും സ്ട്രാറ്റജി ഇവിടം വരെ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്തി പോകാം. അപ്പോൾ സ്ട്രാറ്റജിയിലുപരി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് സെറ്റിന് റെഡിയാക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 90% വിൻ റേറ്റ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു 60% വിൻ റേറ്റ് ഉണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 70% വിൻ റേറ്റ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡിങ്ങിൽ ഫെയിലാകാം. അല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു 30% അല്ലെങ്കിൽ ഒരു 20% വിൻ റേറ്റ് ഉണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ റിസ്ക് റിവാർഡും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ സ്ട്രാറ്റജിയിൽ നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്യുക. ഒരു 40%, എപ്പോഴും പറയും 60% ഇമ്പോർട്ടൻസ് സ്ട്രാറ്റജി കൊടുക്കുക. സ്ട്രാറ്റജിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 40% അല്ലെങ്കിൽ ഒരു 30% നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയായിരിക്കും. എനിക്കും സ്ട്രാറ്റജിയിലുപരി മറ്റുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം. പക്ഷേ കൂടുതൽ ആൾക്കാർ കാണാൻ താല്പര്യപ്പെടുന്നത് സ്ട്രാറ്റജി വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്ട്രാറ്റജി വീഡിയോ എന്ന് പറഞ്ഞ് ഒരു സെറ്റപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോഴും ഒരു സെറ്റപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ സെറ്റപ്പ് എന്ന് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒരു 100 വ്യൂസ് ആയിരിക്കും വരുന്നത്. ഞാനിപ്പോൾ ഇതൊരു സ്ട്രാറ്റജി എന്ന് ഇട്ടുകൊണ്ട് എനിക്കിനി എത്ര വ്യൂസ് കയറുമെന്ന് അറിഞ്ഞുകൂടെ. ചിലപ്പോൾ ഒരു 300-400 വ്യൂസ് ഇതിന് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് സ്ട്രാറ്റജി എന്നിട്ടുകൊണ്ട് ഓടിക്കയറി വരുന്നവരായിരിക്കും. എനിക്ക് യൂട്യൂബിൻ്റെ ഈ ഒരു ടൈം നോക്കിയാലും എനിക്ക് കാണാനായിട്ട് പറ്റും. സ്റ്റാർട്ടിങ് ടൈമിൽ കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റഡ് കാണിക്കുകയും പിന്നെ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കാണിക്കാതെയും ഉള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും എൻഡിങ്ങിൽ നിങ്ങളോട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക്ക് 30% ഇമ്പോർട്ടൻസ് കൊടുക്കുക. റിസ്ക് റിവാർഡിനും അതേപോലെ തന്നെ നിങ്ങളുടെ എൻട്രി ക്രൈറ്റീരിയ, എക്സിറ്റ് ക്രൈറ്റീരിയ, നിങ്ങളെപ്പോഴും എൻട്രി എടുക്കുക ഇത്രയും ക്രൈറ്റീരിയ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് ക്രൈറ്റീരിയാസ് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ അതിന് രണ്ടിനും 10% ഇമ്പോർട്ടൻസ് കൊടുക്കുക. നെക്സ്റ്റ് ബാക്കിയുള്ള 50% നിങ്ങൾ ഇമോഷൻ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് ഒരു നല്ലൊരു ഒരു മൈൻഡിലിരുന്ന് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഒരുക്കുക. എപ്പോഴും മനസ്സിലാക്കുക, ഇതൊരു മൈൻഡ് ഗെയിമാണ് ബാക്കിയുള്ളതിലുപരി. അപ്പോൾ ദാറ്റ്സ് ഓൾ. ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ.